ഹാഷിമിൻ്റെ കഴുത്ത് ലക്ഷ്യമാക്കി ഇബാദുള്ള ഖാസിമിൻ്റെ കത്തി സീൽക്കാരത്തോടെ പാഞ്ഞു. ഇബാദുള്ള ഖാസിമിൻ്റെ ഈ ആക്രമണം മഹ്മൂദ് ഹാഷിം ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. തെല്ലിട പതറിപ്പോയ ഹാഷിം പൊടുന്നനെ പരിച ഉയർത്തി. പാഞ്ഞു വന്ന കത്തിയെ തടയാൻ കഴിഞ്ഞെങ്കിലും ഹാഷിമിൻ്റെ കയ്യിൽ നിന്നും വാളും പരിചയും ഒരുമിച്ച് തെറിച്ചു വീണുപോയി. മഹ്മൂദ് ഹാഷിം നിരായുധനായി അടർക്കളത്തിൽ തളർന്നുകൊണ്ടുള്ള നിൽപ്പ് കണ്ട് നേറിഷ തൻ്റെ വാൾ ഹാഷിമിന് എറിഞ്ഞു കൊടുത്തു. ഇനി എങ്ങനെ തൻ്റെ സഹോദരന് മുമ്പിൽ പിടിച്ചു നിൽക്കുമെന്ന ചിന്തയിൽ പതറിപ്പോയ ഹാഷിം മരണമാണ് മുന്നിലുള്ളത് എന്ന് കണ്ട് വായുവിലൂടെ മലക്കം മറിഞ്ഞുകൊണ്ട് നേറിഷ എറിഞ്ഞ വാൾ പിടിച്ചെടുത്തു. ഇബാദുള്ള ഖാസിം വീണ്ടും ഹാഷിമിന് നേരെ വാളോങ്ങിക്കൊണ്ട് കുതിച്ചു. തൻ്റെ ഒരേയൊരു സഹോദരൻ്റെ തലയറുക്കാനാണ് ഇത്രയും ദാഹമൂത്ത് അടങ്ങാത്ത കലിപ്പുമായി കുതിക്കുന്നതെന്നറിയാതെ ശത്രുവിനെ അരിഞ്ഞിടാനുള്ള ദൃഢനിശ്ചയത്തോടെ അവൻ വാളിൽ പിടിമുറുക്കി. അപ്പോഴേക്കും ഹാഷിമിൻ്റെ രക്ഷയ്ക്കായി നേറിഷയും എത്തി. ശത്രുവിനോടുള്ള ഹാഷിമിൻ്റെ സമീപനത്തിൽ നിന്നും നേറിഷയ്ക്ക് മനസ്സിലായി ഇത് ഹാഷിമിൻ്റെ സഹോദരൻ തന്നെയെന്ന്. അതുകൊണ്ട് തന്നെയാണ് പ്രതിരോധിക്കാൻ ഹാഷിമിൻ്റെ അടുക്കലേക്ക് കുതിച്ചെത്തിയത്. തൻ്റെ സഹോദരന് ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടുള്ള പോരാട്ടത്തിൽ ഹാഷിമിന് വല്ലതും സംഭവിക്കുമോ എന്നവൾ ഭയപ്പെട്ടു. എന്നാൽ നേറിഷയുടെ അഭാവത്തിൽ പല ഭാഗങ്ങളിലും ഖുറാസാൻ സൈന്യം അതിവേഗം മുന്നേറുന്നത് കണ്ട ഹാഷിം അവളോട് യുദ്ധമുഖത്തേക്ക് തിരിച്ചു ചെല്ലാൻ ആജ്ഞാപിച്ചു. തെല്ലിട ശ്രദ്ധ മാറിയ മഹ്മൂദ് ഹാഷിമിൻ്റെ നേർക്ക് ഇബാദുള്ള ഖാസിം പാഞ്ഞെടുത്തു. ഹാഷിം ഒന്ന് പകച്ചു. എന്നാൽ ഹാഷിമിൻ്റെ പ്രിയപ്പെട്ട കുതിര ഷദാബ് മുരൾച്ചയോടെ മുൻകാലുകൾ നിലത്തേക്ക് ഊന്നി നിന്ന് പിൻകാലുകൊണ്ട് ഇബാദുള്ള ഖാസിമിനെ തൊഴിച്ചു വീഴ്ത്തി. മുൻകാലുകൾ പൊക്കി ഇരു കാലുകളിൽ നിന്ന് ഷദാബ് മുക്രയിട്ട് വീണ്ടും വീണ് കിടക്കുന്ന ഇബാദുള്ള ഖാസിമിൻ്റെ നേർക്ക് പാഞ്ഞു. ഹാഷിം ഓടിച്ചെന്ന് തൻ്റെ പ്രിയപ്പെട്ട കുതിരയുടെ കഴുത്തിൽ പതിയെ തലോടി മൂർധാവിൽ ചുംബിച്ച് അതിൻ്റെ ശിരസ് നെഞ്ചോട് ചേർത്ത് അല്പനേരം നിന്നു. ഷദാബാകട്ടെ പൂച്ചുകുട്ടിയെപ്പോലെ ചൂളി നിന്ന് സന്തോഷം പ്രകടിപ്പിച്ചു. ഷദാബിൻ്റെ തൊഴിയേറ്റ് തെറിച്ച ഇബാദുള്ള ഖാസിമിന് സ്വന്തമായി എണീക്കാൻ പോലും കഴിയാതെ കിടന്നു. ഉടൻ തന്നെ അവനെ ബന്ധസ്ഥനാക്കി കൊണ്ടുവരാൻ മഹ്മൂദ് ഹാഷിം കൽപ്പിച്ചു. ഖുറാസാൻ സൈന്യത്തിലെ ധീരനായ സൈന്യാധിപനെ തടവിലാക്കിയ വാർത്തയറിഞ്ഞ് ഖുറാസാൻ സൈന്യം അങ്കലാപ്പിലായി. പക്ഷേ ഈ വാർത്തയറിഞ്ഞ് ഹിലാൽ അബ്ദുൽ ഖയ്യൂം പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, വിജയം നമുക്ക് സുനിശ്ചിതം തന്നെ. ഇനി ഞാൻ തന്നെ നേരിട്ട് യുദ്ധം നയിക്കാം. ആത്മവീര്യം വീണ്ടെടുത്ത് ഖുറാസാൻ സൈന്യം ഹാഷിമിൻ്റെ സൈന്യത്തിന് മേൽ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടു. ഇബാദുള്ള ഖാസിമിനെ ഹാഷിമിൻ്റെ തടവുകാരനായി പിടിച്ചതിൽ ഹിലാൽ അബ്ദുൽ ഖയ്യൂമിന് ഒട്ടും നിരാശ തോന്നിയില്ല. അവൻ്റെ മരണം തൻ്റെ കൈകൊണ്ട് ചെയ്യേണ്ടി വന്നില്ലല്ലോ എന്ന സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ മകനായ മിർസ ഹുസൈനിൻ്റെ രൂപം രാജകീയ വേഷത്തിൽ ഹിലാൽ അബ്ദുൽ ഖയ്യൂമിൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു നിന്നു. ഇബാദുള്ള ഖാസിമിൻ്റെ അഭാവത്തിൽ ഒന്ന് പതറിയ ഖുറാസാൻ സൈന്യം ഹിലാൽ അബ്ദുൽ ഖയ്യൂമിൻ്റെയും മകൻ മിർസ ഹുസൈൻ അബ്ദുൽ ഖയ്യൂമിൻ്റെയും നേതൃത്വത്തിൽ വീണ്ടും ഊർജ്ജസ്വലരായി പൂർവാധികം ശക്തിയോടെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ബുഖാറയിൽ നിന്നും താഷ്കന്തിൽ നിന്നും ശക്തമായ സൈന്യവുമായി ഹാഷിമിൻ്റെ മാതാവിൻ്റെ ബാവയും അവരുടെ കൂട്ടാളികളും എത്തി. പിന്നീട് അവിടെ നടന്നത് അതിശക്തമായ യുദ്ധമായിരുന്നു. യുദ്ധക്കളത്തിൽ ജഡങ്ങൾ കൊണ്ട് നിറഞ്ഞു. യുദ്ധക്കളം രക്തക്കളമായി കൊണ്ടിരുന്നു. നിലവിളികൾ കൊണ്ടും ആർത്തനാദങ്ങൾ കൊണ്ടും അവിടമാകെ ശബ്ദമുഖരിതമായി. അപ്പോഴേക്കും പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമയ സൂര്യൻ്റെ ചുവപ്പ് മാഞ്ഞ് ഇരുൾ പരക്കാൻ തുടങ്ങവേ യുദ്ധം അവസാനിപ്പിക്കാൻ കാഹളം മുഴങ്ങി. ഇരു കൂട്ടരും യുദ്ധം അവസാനിപ്പിച്ച് തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങി. ഇരു കൂട്ടർക്കും കാര്യമായ നേട്ടങ്ങളൊന്നും നേടാൻ കഴിഞ്ഞില്ല. വീറും വാശിയും മുറ്റി നിൽക്കുന്ന യുദ്ധത്തിൽ രണ്ട് കൂട്ടർക്കും ഉണ്ടായ ആൾനാശം വളരെ വലുതായിരുന്നു. യുദ്ധം കഴിഞ്ഞ് തിരികെ കൂടാരത്തിലേക്ക് എത്തിയ ഉടനെ തന്നെ ഹാഷിം തൻ്റെ സഹോദരനെ കാണാനായി അവനെ ബന്ധസ്ഥനാക്കിയിട്ട കൂടാരത്തിലേക്ക് ചെന്നു. വെറും തറയിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടുകൊണ്ട് കിടക്കുന്ന ഇബാദുള്ള ഖാസിമിനെ ഹാഷിം അല്പനേരം നോക്കി നിന്നു. പിന്നെ കയ്യിലും കാലിലുമുള്ള കെട്ടുകൾ അറുത്തുമാറ്റി. പടർക്കളത്തിൽ പുലിയെപ്പോലെ അടരാടിയ ചുണക്കുട്ടി, മാസങ്ങളുടെ വ്യത്യാസത്തിൽ തനിക്ക് അനിയനായി പിറന്നവൻ, തൻ്റെ കൂടപ്പിറപ്പ്, തൻ്റെ ചോര. മഹ്മൂദ് ഹാഷിമിൻ്റെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു നിന്നു. ഹാഷിം ഇബാദുള്ള ഖാസിമിൻ്റെ അരികിൽ കുനിഞ്ഞിരുന്ന് പതിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് സഹോദരാ എന്ന് വിളിച്ച് നിയന്ത്രിക്കാനാവാത്ത വിധം സന്തോഷത്താൽ അതിഗാഠമായി പുണർന്നു. ഹാഷിമിൻ്റെ പ്രവൃത്തിയിൽ ആശ്ചര്യപ്പെട്ട് ഒന്നും മനസ്സിലാകാതെ ഇബാദുള്ള ഖാസിം നിന്നു. ഞാൻ നിന്റെ ജ്യേഷ്ഠനാണ്. നിന്നിലും എന്നിലും ഒഴുകുന്നത് ഒരേ രക്തമാണ്. നമ്മുടെ പിതാവായ അബ്ദുൽ ഖാസിമിനെ നിഷ്കരുണം വധിച്ച് അബ്ദുൽ ഖയ്യൂമാണ് നമ്മെ ഇപ്രകാരം അകറ്റിയത്. ഇപ്പോഴിതാ നാഥൻ നമ്മെ തമ്മിൽ ചേർത്തിരിക്കുന്നു. മഹ്മൂദ് ഹാഷിം പറഞ്ഞത് കേട്ട് ഇബാദുള്ള ഖാസിം വിശ്വസിക്കാനാവാതെ തരിച്ചു നിന്നു. തൻ്റെ ഉമ്മി പറഞ്ഞു തന്നിരുന്നു, ഒരു സഹോദരനും ഇളയുമ്മയും ഉണ്ടായിരുന്നെന്നും
പിതാവ് നഷ്ടപ്പെട്ടപ്പോൾ തന്നെ അവരെ കാണാതായതുമെല്ലാം. ലോകത്തെവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കണ്ടെത്തണമെന്നും ഒരുമിച്ച് നിൽക്കണമെന്നും കെട്ടുപോയ ഖുറാസാന്റെ ചൈതന്യം തിരിച്ചെടുക്കണമെന്നും ഉമ്മിക്ക് അടങ്ങാത്ത ആഗ്രഹമാണ്. താൻ വാളോങ്ങി വെട്ടി തുണ്ടം തുണ്ടമാക്കാൻ കൊതിച്ചത് താൻ കാത്തിരുന്ന് തൻ്റെ സഹോദരനെ തന്നെ ആയിരുന്നെന്നറിഞ്ഞപ്പോൾ ഇബാദുള്ള കാസിമിൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു തുളുമ്പി. അവൻ വിറക്കുന്ന കൈകളോടെ മഹ്മൂദ് ഹാഷിമിനെ ആലിംഗനം ചെയ്തു. പരസ്പരം ആശ്ലേഷിച്ചും ചുംബിച്ചും അവർ സ്നേഹവും സന്തോഷവും പങ്കുവെച്ചു. താൻ അറിഞ്ഞതും ജീവിച്ചു തീർന്നതുമായ തൻ്റെ ജീവിത രഹസ്യങ്ങൾ മുഴുവനും ഒന്നും മറച്ചു വെക്കാതെ മഹ്മൂദ് ഹാഷിം ഇബാദുള്ള കാസിമിനോട് പറഞ്ഞു, എൻ്റെ ഉമ്മയോട് പൊറുക്കണം. അവരറിയാതെ ചെയ്ത തെറ്റിൻ്റെ പേരിൽ ഇന്നും അതിനുള്ള ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നിങ്ങളെ ഓർത്ത് നീറി കഴിയുന്നുണ്ട്. ഉമ്മാൻ്റെ കൂടെ പിറന്ന ഹിലാൽ അബ്ദുൽ ഖയ്യൂം എന്ന നരാധമൻ ഉമ്മിയെ കൊല്ലാതെ കൊല്ലുകയാണ്. ഉപ്പായെ നഷ്ടപ്പെട്ടതിന് ശേഷം ഭ്രാന്തമായ അവസ്ഥയിലായി ജയിൽ സമാനമായ തടവറയിലാണ് എൻ്റെ വന്യമാതാവ്. എല്ലാം ആ ദുഷ്ടൻ്റെ ക്രൂരതയാണ്. ഇബാദുള്ള കാസിമിൻ്റെ വാക്കുകൾ ഇടറി. എല്ലാം ദൈവഹിതമായിരിക്കും. അവൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ലല്ലോ, ഹാഷിം പറഞ്ഞു. ഇന്നത്തെ യുദ്ധത്തിൽ മുന്നേറാൻ കഴിയാത്തതിൻ്റെ നിരാശ അബ്ദുൽ ഖയ്യൂമിൻ്റെ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കി. ദേഷ്യം കൊണ്ട് ഭ്രാന്ത് പിടിച്ചവനെ പോലെയായിരുന്നു അവൻ്റെ പെരുമാറ്റം. ഹിലാൽ അബ്ദുൽ ഖയ്യൂം അല്പനേരം ആലോചിച്ചു. യുദ്ധം വിജയിക്കണമെങ്കിൽ പുതിയ തന്ത്രങ്ങൾ തന്നെ വേണം. കുറച്ച് പടയാളികളെ രഹസ്യമായി ശത്രുക്കളുടെ നീക്കമറിയാനായി അയാൾ പറഞ്ഞയച്ചു. എന്നാൽ ഹിലാൽ അബ്ദുൽ ഖയ്യൂമിന് വീണ്ടും നിരാശ ഉണ്ടാക്കുന്ന ഒരു വാർത്തയുമായാണ് രഹസ്യസേന പടയാളികൾ തിരിച്ചു വന്നത്. ഷിറാസിൽ നിന്നും ശക്തമായൊരു സൈന്യം നമ്മുടെ ശത്രുക്കളെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. കൂടാതെ ബുഖാറയിൽ നിന്നും താഷ്കണ്ടിൽ നിന്നും ഒരു സംഘം സംഘടിച്ചെത്തിയിട്ടുണ്ട്. അവരും കൂടെ കൂടിയാൽ എതിരിട്ട് നിൽക്കാനും ജയിക്കാനും നമുക്ക് പ്രയാസമായിരിക്കും. ഈ വാർത്തയറിഞ്ഞ് ഹിലാൽ അബ്ദുൽ ഖയ്യൂം എന്തു ചെയ്യണമെന്നറിയാതെ അല്പനേരം ആലോചനയിൽ മുഴുകി. ഷിറാസ് രാജാവായ അബൂ യാസർ ഫത്താഹിൻ്റെ അരികിലേക്ക് ഹിലാൽ അബ്ദുൽ ഖയ്യൂം നേരിട്ട് ചെന്നു. അഭിവാദനത്തിനും പ്രത്യഭിവാദനത്തിനും ശേഷം ഹിലാൽ അബ്ദുൽ ഖയ്യൂം മുഖവുരയില്ലാതെ കാര്യത്തിലേക്ക് കടന്നു. പ്രിയപ്പെട്ട സുൽത്താൻ, നിങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് പിരിഞ്ഞു പോകണം. നിങ്ങളുമായി യുദ്ധം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരിച്ചു പോകണം. ഇത്രയും സുശക്തമായ ഒരു സൈന്യമുള്ള ഖുറാസാനുമായി നേരിട്ടൊരു യുദ്ധം നടത്തി വിജയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ തിരിച്ചു പോവുകയാണെങ്കിൽ ഖുറാസാൻ രാജ്യത്തിൻ്റെ ഏറ്റവും നല്ല മിത്രമായി കണ്ട് നിങ്ങൾക്ക് വേണ്ട പാരിതോഷികം നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. അതല്ല, യുദ്ധം ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങളോടൊന്നും പറയാനില്ല. എല്ലാം നിങ്ങൾ അനുഭവിച്ചറിയും. ഷിറാസ് എന്ന രാജ്യവും അവിടുത്തെ ജനങ്ങളുമൊക്കെ വെറും നാമാവശേഷമായി മാറും. നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും തീരുമാനിക്കാം. ഉചിതമായ തീരുമാനമെടുക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അബൂ യാസർ ഫത്താഹ്, നിങ്ങൾ ബുദ്ധിമാനാണെന്ന് ഞാൻ കരുതുന്നു. ഹിലാൽ അബ്ദുൽ ഖയ്യൂം പറഞ്ഞതെല്ലാം അബൂ യാസർ ഫത്താഹ് നിശബ്ദം കേട്ടുനിന്നു. ശേഷം താൻ മഹ്മൂദ് ഹാഷിമിനെ സഹായിക്കാൻ വരാനുണ്ടായ കാരണവും തൻ്റെ മകൾ ഹനിയ രാജകുമാരി ഹാഷിമിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യവും അബ്ദുൽ ഖയ്യൂമിനോട് വിശദമായി പറഞ്ഞു. ഇതെല്ലാം കേട്ട് ഹിലാൽ അബ്ദുൽ ഖയ്യൂം മനസ്സിൽ ഗൂഢമായി ചിരിച്ചു. കുതന്ത്രങ്ങൾ പലതും അയാൾ മനസ്സിൽ കണ്ടു. ചിലന്തി വല നെയ്യും പോലെ അബ്ദുൽ ഖയ്യൂം ഇരകൾക്ക് വേണ്ടി തൻ്റെ കുബുദ്ധി കൊണ്ട് മനസ്സിൽ വല നെയ്തെടുത്തു. ഇനി തന്നെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല, അയാളുടെ മനസ്സ് മന്ത്രിച്ചു. അബൂ യാസർ ഫത്താഹ്, നിങ്ങൾ എന്ത് തീരുമാനിച്ചു? യുദ്ധം തിരഞ്ഞെടുക്കുന്നോ അതോ തിരിച്ചു പോകുന്നോ? ഞാൻ ഹാഷിമിനെ പറഞ്ഞു മനസ്സിലാക്കാം. എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്നവനാണവൻ. അതുകൊണ്ട് തന്നെ അവൻ്റെ കാര്യത്തിൽ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഞാൻ മഹ്മൂദ് ഹാഷിമിനെയും സൈന്യത്തെയും കൂട്ടി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങൾ ഞങ്ങളെ ആക്രമിക്കുകയില്ല എന്ന് സന്ധി ചെയ്യേണ്ടി വരും. അങ്ങനെ അബൂ യാസർ ഫത്താഹ് ഹിലാൽ അബ്ദുൽ ഖയ്യൂമുമായി സന്ധിയിൽ ഒപ്പുവെച്ചു. മഹ്മൂദ് ഹാഷിമിനെയും സൈന്യത്തെയും ഖുറാസാനുമായുള്ള യുദ്ധത്തിൽ സഹായിക്കാനെത്തിയ ഷിറാസ് സേന വന്നതുപോലെ തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ് എന്ന വാർത്ത കേട്ട് മഹ്മൂദ് ഹാഷിം ഉടൻ തന്നെ ഷിറാസ് സുൽത്താൻ അബൂ യാസർ ഫത്താഹിനെ കാണാൻ പുറപ്പെട്ടു. മഹ്മൂദ് ഹാഷിം തൻ്റെ സഹോദരനായ ഇബാദുള്ള കാസിമിനെയും കൂട്ടി അബൂ യാസർ ഫത്താഹിൻ്റെ സന്നിധിയിലേക്ക് അതിവേഗം കുതിച്ചു. മഹ്മൂദ് ഹാഷിം അബ്ദുൽ ഫത്താഹും സൈന്യവും തമ്പടിച്ച സ്ഥലത്തെത്തി സുൽത്താനെ മുഖം കാണിക്കാൻ മഹ്മൂദ് ഹാഷിം വന്നിട്ടുണ്ടെന്ന് അറിയിച്ചു. മഹ്മൂദ് ഹാഷിം, യുദ്ധം മതിയാക്കി നമുക്ക് തിരിച്ചു പോകാം. ഖുറാസാൻ ഇനി മേലിൽ ഷിറാസിനെയും തബ്രീസിനെയും ആക്രമിക്കില്ല എന്ന് ഖുറാസാൻ സുൽത്താനായ ഹിലാൽ അബ്ദുൽ ഖയ്യൂം എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതറിയിക്കാൻ ഞാൻ നിങ്ങളെ കാണുന്ന അങ്ങോട്ട് പുറപ്പെടാനിരിക്കുകയായിരുന്നു. നിങ്ങളും എന്നോടൊപ്പം തിരിച്ചു പോരണം. തബ്രീസും ഷിറാസും ഖുറാസാന്റെ സൗഹൃദ രാജ്യങ്ങളായി പ്രഖ്യാപിക്കപ്പെടുമെന്ന് ഖുറാസാൻ വാക്ക് തന്ന സ്ഥിതിക്ക് ഉടനെ പിന്തിരിഞ്ഞു പോന്നേ പറ്റൂ. സലാം ചൊല്ലി അബൂ യാസർ ഫത്താഹിൻ്റെ സന്നിധിയിലേക്ക് മഹ്മൂദ് ഹാഷിം കയറി ചെന്ന ഉടനെ തന്നെ അബൂ യാസർ ഫത്താഹ് ഇങ്ങനെ പറഞ്ഞു:
അബു യാസർ ഫത്താഹിന്റെ വാക്കുകൾ മഹ്മൂദ് ഹാഷിമിനെ കോപാകുലനാക്കി. എങ്കിലും സംയമനം പാലിച്ച് മഹ്മൂദ് ഹാഷിം മറുപടി പറയാൻ തുടങ്ങി. ഇല്ല പ്രിയപ്പെട്ട സുൽത്താൻ, എനിക്കതിനാവില്ല. അതിന് വ്യക്തമായ കാരണവുമുണ്ട്. ഇബാദുള്ള ഖാസിമിനെ ചൂണ്ടിക്കാണിച്ച് മഹ്മൂദ് ഹാഷിം തുടർന്നു. ഇതാരാണെന്ന് താങ്കൾക്കറിയുമോ? ഖുറാസാനിലെ സുൽത്താനായ മഹാനായ അബ്ദുൽ ഖാസിമിന്റെ മകൻ ഇബാദുള്ള ഖാസിമാണ്. ഖുറാസാൻ രാജ്യത്തിന്റെ ഭരണാധികാരം മോഹിച്ച് സുൽത്താൻ അബ്ദുൽ ഖാസിമിനെ നിഷ്ഠൂരമായി കൊല ചെയ്തിട്ടാണ് അബ്ദുൽ ഖയ്യൂം ഈ രാജ്യം പിടിച്ചടക്കിയത്. അബ്ദുൽ ഖയ്യൂമാകട്ടെ സുൽത്താൻ അബ്ദുൽ ഖാസിമിന്റെ ഭാര്യ സഹോദരനും, അതായത് ഈ നിൽക്കുന്ന ഇബാദുള്ള ഖാസിമിന്റെ മാതൃ സഹോദരൻ. അബു യാസർ ഫത്താഹ് മഹ്മൂദ് ഹാഷിമിന്റെ വാക്കുകൾ കേട്ട് അത്ഭുതം കൂറി നിന്നു. ഇനി മറ്റൊരു കാര്യം, സുൽത്താൻ, അങ്ങേക്കറിയുമോ ഞാനും ഇവരും തമ്മിൽ എന്താണ് ബന്ധമെന്ന്? എന്തിനാണ് ഖുറാസാൻ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇത്രയധികം സാഹസം കാണിക്കുന്നതെന്ന് അറിയില്ല. ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. എനിക്കൊരു മഹത്തായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം പൂർത്തീകരിക്കാതെ വിവാഹം എന്നല്ല മറ്റൊരു ചിന്തയ്ക്കും എൻ്റെ മനസ്സിൽ സ്ഥാനമില്ലെന്ന് അങ്ങയോടും അങ്ങയുടെ മകൾ ഹനിയ രാജകുമാരിയോടും ഞാൻ പറഞ്ഞിരുന്നില്ലേ? അതാണ് എൻ്റെ ലക്ഷ്യം, ഖുറാസാൻ പിടിച്ചടക്കുക എന്നത്. അല്ലയോ ഷിറാസിലെ സുൽത്താനെ, നിങ്ങൾക്കറിയാത്തൊരു സത്യം ഞാൻ പറയട്ടെ. എൻ്റെയും ഈ നിൽക്കുന്ന ഇബാദുള്ള ഖാസിമിൻ്റെയും സിരകളിലൂടെ ഒഴുകുന്നത് ഒരേ രക്തമാണ്. അതെ, ഞാൻ സുൽത്താൻ അബ്ദുൽ ഖാസിമിൻ്റെ മൂത്ത മകനാണ്. ഖുറാസാൻ രാജ്യം എൻ്റേതാണ്. അവിടെ കഷ്ടത അനുഭവിക്കുന്ന എൻ്റെ ജനതയെ എനിക്ക് സംരക്ഷിക്കണം. അതുകൊണ്ട് തന്നെ അങ്ങും ഹിലാൽ അബ്ദുൽ ഖയ്യൂമും ഉണ്ടാക്കിയ സന്ധിയൊന്നും എൻ്റെ ഉദ്യമത്തിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കാൻ പോകുന്നതല്ല. എൻ്റെ ബാപ്പയുടെയും ഉമ്മയുടെയും മരണത്തിന് കാരണക്കാരനായ ഹിലാൽ അബ്ദുൽ ഖയ്യൂമിനോട് പകരം ചോദിക്കാനും അവൻ്റെ കിരാത ഭരണത്തിൽ നിന്നും ഖുറാസാൻ ജനങ്ങളെ രക്ഷിക്കാനും മരണം വരെ അതിനുവേണ്ടി യുദ്ധം ചെയ്യാനും പ്രതിജ്ഞ എടുത്താണ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചത്. അതിനുവേണ്ടി എന്തും ത്യജിക്കാൻ ഞാൻ ഒരുക്കമാണ്. അതിൻ്റെ പേരിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അത് ഞാൻ റബ്ബിൻ്റെ വിധിയായി കരുതും. ഹാഷിമിൻ്റെ ഈ വാക്കുകൾ കേട്ട് അബു യാസർ ഫത്താഹ് തികച്ചും ഞെട്ടിപ്പോയി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ചരിത്രം തന്നെ മഹ്മൂദ് ഹാഷിം എന്ന വ്യാപാരിയുടെ പിറകിലുണ്ടെന്ന് അബു യാസർ ഫത്താഹ് കരുതിയിരുന്നില്ല. വെറുമൊരു വ്യാപാരിയുടെ വേഷത്തിൽ വന്ന് തൻ്റെ മകളുടെ ഹൃദയം കീഴടക്കിയ വ്യക്തിത്വത്തിന് അസാമാന്യമായ യുദ്ധപാഠവും നേതൃപാഠവും കൈമുതലായത് എങ്ങനെയെന്ന് ആശ്ചര്യപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ എല്ലാം മനസ്സിലായി. അബു യാസർ ഫത്താഹിന് മഹ്മൂദ് ഹാഷിമിന് കൊടുക്കാൻ ഉചിതമായൊരു മറുപടിയും ഇല്ലായിരുന്നു. ഹിലാൽ അബ്ദുൽ ഖയ്യൂമുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരമാവട്ടെ ഖുറാസാനുമായി ഒരു യുദ്ധം ചെയ്യാനും ഹാഷിമിനോട് സഹകരിക്കാനും കഴിയില്ല. മഹ്മൂദ് ഹാഷിമിനോട് എന്തു പറയുമെന്നറിയാതെ അബു യാസർ ഫത്താഹ് ശില പോലെ നിന്നു.